ഇപ്പോൾ കൂടെയുള്ള ആളുണ്ടല്ലോ മാപ്പിളപ്പാട്ടിൽ പലതവണ പല പല ലെവലിൽ പല പല മത്സരങ്ങളിൽ പങ്കെടുത്തിട്ട് പലതവണ സ്റ്റേറ്റിൽ പോയിട്ടുള്ള ഒരാളാണ്. ഏതൊക്കെ മത്സരങ്ങളിലാണ് നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ടുള്ളത് പറയോ? സാഹിത്യോത്സവ്, പിന്നെ കലോത്സവം, അങ്ങനെയൊക്കെയാണ് പോയിട്ടുള്ളത്. അങ്ങനെ പല പല കലോത്സവങ്ങൾ പല വർഷങ്ങളിൽ, പിന്നെ സാഹിത്യോത്സവം, പിന്നെ ഉണ്ടല്ലോ പിന്നെ അവിടെ നിന്ന് കുറേ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പല പല പരിപാടികളിലായിട്ട് സ്റ്റേറ്റ് ലെവൽ വരെ മത്സരിച്ചെത്തിയിട്ടുള്ള ആളാണ്. പേര് റിഹാൻ. സ്കൂൾ ഏതാ? മാള സെന്റ് ആൻസ്. ഏത് ക്ലാസ്സിലാ? 10th-ല്. മാപ്പിളപ്പാട്ട് തന്നെയാണ് ഐറ്റം അല്ലേ? എല്ലാ പ്രാവശ്യവും മാപ്പിളപ്പാട്ടിലാണ് പോവാറ്. അതെന്താ മാപ്പിളപ്പാട്ട് തന്നെ സെലക്ട് ചെയ്യാൻ കാരണം? നല്ല പാട്ടുകാരനും അങ്ങനത്തെ മാപ്പിളപ്പാട്ട് നമ്മളെ പാടി തുടങ്ങിയത് ഏത് ക്ലാസ്സിൽ വെച്ചായിരുന്നു? 5-ലൊക്കെ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ്. ഇപ്പോൾ 10th-ലായി. ഇനി അടുത്ത വർഷം നമ്മൾ ഹയർ സെക്കൻഡറി ലെവലിലാണ് മത്സരിക്കാനായിട്ട് പോണേ അല്ലേ? വേറെ ഏതെങ്കിലും ഐറ്റത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഈ മാപ്പിളപ്പാട്ട് അല്ലാതെ വേറെ ഐറ്റംസ്? ലളിതഗാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്, പങ്കെടുത്തല്ലേ. എപ്പോഴും മാപ്പിളപ്പാട്ടിലാണ് നമ്മൾ പിടിക്കാറ്. മാപ്പിളപ്പാട്ടിന്റെ 2 വരി പാടിത്തരോ ഞങ്ങൾക്ക്? തരം തഞ്ചു മധുമൊളിയുരവായി മുത്തഴകൊത്തവറത്തിരുപേരിൽ കുഫിറോരേ അങ്കളതും റയതുങ്കളിലും ലഹ്റായി താനം ചെണ്ട് കൊണ്ടു മതി ചെണ്ട വേണ്ട കൊതി ബിണ്ടാനേ തിരുനബിയവര ചരിത മധുരയുവതായി ബദർശലു വലുവതായി പടതട വീടും പടി ചൊടിയതിലുളർന്നതി കൊടുമയരുടെ ചതി തുടരവെയ്തു പടിയതിനാലെ തതിയാലെ ചേർത്തേയുറുവക്കറാറിൻ അലമുകൾ അരികളിൽ ഉരയുവതായി മതിചാരേ താനം തരം തഞ്ചു മധുമൊളിയുരവായി മുത്തഴകൊത്തവറത്തിരുപേരിൽ കുഫിറോരേ അങ്കളതും റയതുങ്കളിലും ലഹ്റായി താനം ചെണ്ട് കൊണ്ടു മതി ചെണ്ട വേണ്ട കൊതി ബിണ്ടാനേ തിരുനബിയവര ചരി മധുരയുവതായി ബദർശലു വലുവതായി. ആരായി പാട്ടൊക്കെ പഠിപ്പിച്ചു തരാ? ഉമ്മച്ചിയാണ്. അപ്പോൾ നമുക്ക് ഉമ്മച്ചിയെ കൂടെ പരിചയപ്പെടാം അല്ലേ? ഉമ്മച്ചി, അപ്പോൾ ഇതാണ് നമ്മളെ പാട്ട് പഠിപ്പിച്ച ഉമ്മ. ഉമ്മ പാട്ട് പാടോ? ഇല്ല, മോൻ മൂത്താള് ഗാനമേള സിംഗറാണ്. പിന്നെ ആളുടെ വൈഫ് പട്ടുറുമാല് കൈരളി ചാനലിലെ സെമി ഫൈനൽ വിന്നറാണ്. അപ്പൊ അങ്ങനെ ഒരു പാട്ടിന്റെ പാരമ്പര്യമുള്ള കുടുംബമാണ്. ഉമ്മ പാടില്ല, പക്ഷെ മോന് പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ മോനെയും കൊണ്ട് മത്സരം കാണാനും ആസ്വദിക്കാനൊക്കെ 5ാമത്തെ വേദിയാണ് ജില്ല. 5ാം ക്ലാസ് മുതൽ അതിൽ 8ഉം 9ഉം സ്റ്റേറ്റില് തൃശ്ശൂരിൽ നിന്ന് പോയത് മോനാണ്. തവണ വോയിസ് ചേഞ്ചിന്റെ ചെറിയ പ്രശ്നം കൊണ്ട് ചെറിയ പോയിന്റ് കൊണ്ട് എ ഗ്രേഡിൽ. സമസ്തയില് വിന്നറായിരുന്നു കണ്ണൂര്. പിന്നെ സാഹിത്യോത്സവിലും 2 പ്രാവശ്യം സംസ്ഥാനത്ത് പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രാവശ്യം സ്റ്റേറ്റ് ലെവലിൽ പോയെന്ന് പറഞ്ഞല്ലോ. അത്യാവശ്യം ഗാനമേളകളിലൊക്കെ ആള് പാടുന്നുണ്ട്. ആണോ? ചില്ലറക്കാരനല്ല. 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും ഒരുപാട് വേദികളിൽ പാട്ടൊക്കെ പാടിയിട്ടുള്ള ആളാണ്. കണ്ണ് നല്ല ഭംഗിയുണ്ടല്ലോ. ഉമ്മയുടെ കണ്ണല്ലോ, ഉപ്പയുടെ കണ്ണാണോ? നല്ല പൂച്ച കണ്ണാണ്. അപ്പൊ എന്തായാലും ഇനി ഒരുപാട് വേദികളിൽ പാടണം കേട്ടോ. ഒരുപാട് മത്സരങ്ങൾക്കല്ലാതെ ഗാനമേള, അങ്ങനെ പല 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 ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് അല്ലേ? ഒരുപാട് പാട്ട് പാടണം കേട്ടോ. താങ്ക് യു സോ മച്ച്.